വിമാന കമ്പനിയുടെ അനാസ്ഥയെ തുടർന്ന് ഒമാനിൽ കുടുങ്ങി മലയാളികളടക്കം യാത്രക്കാർ. ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരാണ് ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. സലാം എയർ കണക്ഷൻ വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലാണ്. തിങ്കളാഴ്ച വരെ വിമാനത്താവളത്തിൽ കാത്തിരിക്കാനാണ് യാത്രക്കാർക്ക് ലഭിച്ച നിർദ്ദേശം. നദീറ എ പി വിവരങ്ങളുമായി ഒപ്പം ഐറിൻ എന്ന യാത്രക്കാരി പ്രതികരിക്കാനുമുണ്ട്. ആദ്യം നദീറയിലേക്ക്. നദീറ, ഇപ്പോൾ ഒരുപാട് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന വിഷയമാണ്. എന്താണ് അറിയാനാകുന്നത്? എന്തുകൊണ്ട് വിമാനം വൈകുന്നു എന്നാണ്? യാത്രക്കാർ പറയുന്നത് പ്രകാരം സ്മൃതി, ഈ ബംഗളൂരുവിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഒരു ഷോർട്ട് വിസിറ്റിനായി UAE പോയ യാത്രക്കാരാണിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വൈകിയതു കാരണം ഒമാനിലെത്തിപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്ക് ദുബായിൽ നിന്ന് മസ്കറ്റിലേക്കും മസ്കറ്റിൽ നിന്ന് ബംഗളൂരുവിലേക്കുമായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സലാം എയറിൻ്റെ വിമാനമാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇവർ ദുബായിൽ നിന്ന് ഒമാനിലെത്താൻ വളരെ വൈകി. അതും എയർലൈൻസിൻ്റെ തകരാറ് കൊണ്ടാണ്. അതിനുശേഷം അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ബംഗളൂരുവിലേക്കുള്ള വിമാനം പുറപ്പെട്ടു പോകുകയും ചെയ്തു. ഇങ്ങനെ എയർലൈൻസിൻ്റെ അനാസ്ഥ കാരണം വലിയ ദുരിതം അനുഭവിച്ച് കഴിയുകയാണ് ഇപ്പോൾ മസ്കറ്റ് വിമാനത്താവളത്തിൽ കുറേ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരുണ്ട്. ഏകദേശം 25ഓളം മലയാളികൾ ഉണ്ടെന്നാണ് യാത്രക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായും പറയുകയാണെങ്കിൽ ഇവരുടെ ഈ എയർലൈൻസിൻ്റെ അനാസ്ഥയാണ്. അവർ അതിനൊരു പ്രതികരണം നടത്താനോ മറ്റ് സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്തു നൽകാനോ ഇവർക്ക് ഭക്ഷണം നൽകുന്നതിനോ ഒന്നും തയ്യാറായില്ല. ഈ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ട്. അവർ വിശന്ന് കരയുന്ന അവസ്ഥയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അടുത്ത വിമാനത്തിൽ പോകാം എന്നൊരു മുന്നറിയിപ്പ് നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോയിക്കോളൂ, ഇനി വിമാനം ഉണ്ടാകില്ല എന്ന വിവരമാണ് ഇവർക്ക് നൽകുന്നത്. കയ്യിൽ പണമുള്ളവരും മറ്റ് സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാത്തവരുമൊക്കെ മറ്റ് വിമാനങ്ങളെ ആശ്രയിച്ച് വീട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിരവധി പേർ അവിടെ ഈ പുറപ്പെട്ടു പോകാൻ സാധിക്കാതെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി തവണ എയർലൈൻ അധികൃതർക്കും അതുപോലെ തന്നെ എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെ പരാതി അയക്കാൻ ഇവർ മുതിർന്നിട്ടുണ്ട്. പരാതി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് യാത്രക്കാർ പറയുകയാണ്. സ്മൃതി.